കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ പൂർത്തീകരിക്കപ്പെടാതെ എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവകരങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത്. ശത്രുതയുടെ സകല മതിൽക്കെട്ടുകളും നമ്മൾ തകർക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ശത്രുതയുടെ മതിൽക്കെട്ടുകളില്ല. ക്രിസ്ത്യാനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അതൊന്ന് പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുകയാണ്. അത് ആത്മീയ ലോകത്തെ, അതായത് എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ള, ആധിപത്യത്തിലും അടിമത്തത്തിലും ആത്മീയ നാശത്തിലേക്കും തള്ളിയിടാൻ കഴിവുള്ള ഒരേ ഒരു ശത്രുവേ ഉള്ളൂ പിശാച്. നമുക്ക് വേറെ ശത്രുക്കൾ ഈ ലോകത്തില്ല. മനുഷ്യരൊക്കെ, ജീവിത പങ്കാളിയും മക്കളും കുടുംബാംഗങ്ങളും സഹോദരങ്ങളൊക്കെ ഈ ശത്രു അവന്റെ ഉപകരണങ്ങളാക്കുന്നു എന്നേ ഉള്ളൂ. ആരെ വേണമെങ്കിലും പിശാചിനെ വഞ്ചിക്കാൻ പറ്റും. ഇന്ന ആളെ മാത്രമേ പിശാച് വഞ്ചിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ല. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാച് എന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് എറിയപ്പെട്ടുവെന്നാണ്. അപ്പോ ഒരു വ്യക്തി അവനിൽ തന്നെ ശത്രുതയുടെ മതിൽക്കെട്ടുകൾ പണിയുമ്പോൾ അവൻ ശത്രുവിന്റെ വഞ്ചനയിലാണെന്ന് തിരിച്ചറിയും.